കേരളത്തിൽ നടക്കുന്ന നശീകരണ മാധ്യമ പ്രവർത്തനത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അമരക്കാരനായ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ മുന്നോട്ട് വച്ചത്. വെറുതെ പിണറായി വിജയൻ പറയുക മാത്രമല്ല, തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒരു വിഭാഗം മാപ്രകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉന്നയിച്ചത്. കേരളത്തിൽ നടക്കുന്നത് വലിയ തോതിലുള്ള നശീകരണ മാധ്യമ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. അതായത് വിവാദ നിർമ്മാണശാലകളായി മാധ്യമങ്ങൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറക്കിയ മെമ്മോറാണ്ടത്തിനെതിരെ വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യാജ വാർത്തകൾക്ക് മുമ്പിൽ കേരളം അവഹേളിക്കപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ കൊടുത്തതിന് പിന്നാലെ കേരളം അനർഹമായ സഹായം തട്ടാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥയുണ്ടാക്കി ഇത് വലിയ തോതിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ വാർത്തകളെല്ലാം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും അവർ പ്രചാരണം കൂട്ടാനായിട്ട് കൊഴുപ്പിക്കാനായിട്ട് ശ്രമം നടത്തുകയും സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് അവർ ശ്രമിച്ചത്. ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ അവഹേളിക്കുക എന്ന ലക്ഷ്യമാണ് ഈ വാർത്തകൾക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞു. ദുരന്തത്തെ തുടർന്ന് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ്, ഇതിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ആ വാദമെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകിയത്. ഇങ്ങനെ വിദഗ്ധർ തയ്യാറാക്കിയ കണക്കുകളെയാണ് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചത്. മെമ്മോറാണ്ടത്തിലുള്ളത് പെരുപ്പിച്ച കണക്കുകളല്ല, പ്രതീക്ഷിത കണക്കുകളാണെന്ന് മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞു. മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിലവഴിക്കപ്പെട്ട കണക്കുകൾ വിശദീകരിച്ചായിരുന്നു വ്യാജ വാർത്തകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ മറുപടി. ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ അസത്യങ്ങളുടെ കുത്തൊഴുക്കാണ് മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നത്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ നിന്ന് കേരളം കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് ചാനൽ റേറ്റിംഗിനായുള്ള മാധ്യമങ്ങളുടെ മത്സരമെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മെമ്മോറാണ്ടത്തിനെതിരെ മാധ്യമങ്ങൾ നൽകിയ തലക്കെട്ടുകൾ മുഖ്യമന്ത്രി വളരെ വിശദമായി ഉദ്ധരിക്കുകയും ചെയ്തു. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, അതുപോലെ തന്നെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിന് അടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2.76 കോടി എന്നിങ്ങനെ നീളുന്നു സർക്കാരിൻ്റെ കണക്ക്. അതായത് ഇതെല്ലാം തലക്കെട്ടുകളാണ്. പിന്നീട് കൗണ്ടർ പോയിന്റ് എന്ന പരിപാടിയുടെ തലക്കെട്ടാകട്ടെ കണക്കിൽ കള്ളക്കോഴ എന്നാണ്. ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട തലക്കെട്ടുകളാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവർ പറയുന്ന ഇതാണ്: വിഷയത്തിൽ മറ്റൊരു ചാനൽ നൽകിയ തലക്കെട്ടുകൾ ഇങ്ങനെയാണ്: സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത്, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണ ചെലവ് 10 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, ബെയിലി പാലം 1 കോടി. ഇങ്ങനെ പോകുന്നതാണ് ഓരോ വിഭാഗം മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ. ഇതിലെ ഓരോ വാചകങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് കേൾക്കുന്ന ആരെയും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇതൊക്കെ. മുഖ്യമന്ത്രി ഇതോടൊപ്പം പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖമായ മറ്റൊരു ചാനലിൻ്റെ കണ്ടെത്തൽ. വയനാടിൻ്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടർ വിധിയെഴുതി. ഓണത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇങ്ങനെ സ്തോഭജനകമായ വാർത്തകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഓണ ദിവസം അവധിയായതിനാൽ പത്രങ്ങൾക്ക് ചൂടോടെ അത് ഏറ്റെടുക്കാനായില്ല. എന്നാലും മുഖ്യധാര പത്രങ്ങളൊന്നും അല്പം പോലും മോശമാക്കിയില്ല. അടുത്ത ദിവസം ഇറങ്ങിയ ഒന്നാം പേജിൽ തന്നെ പത്രത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്ത ഇങ്ങനെയായിരുന്നു: കണക്കപ്പിഴ എന്ന തലക്കെട്ടിൽ തന്നെയായിരുന്നു വാർത്ത വന്നത്. അതുപോലെ തന്നെ കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയമായ കണക്കുകൾ എന്ന ആക്ഷേപം എന്നുകൂടി വാർത്ത ചേർത്ത് വായനക്കാരിൽ സംശയത്തിൻ്റെ പുകപടലം നിലനിർത്താനാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത്. കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാരിനും മറ്റൊരു തലവേദന എന്നെഴുതി അവർ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. അസത്യം പിറക്കുമ്പോൾ സത്യം അതിൻ്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക എന്ന് പ്രശസ്ത എഴുത്തുകാരൻ ജൊനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് നാം കണ്ടു എന്നാണ് യഥാർത്ഥ സംഭവം വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വാർത്താക്കുറിപ്പ്. ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിലും ആദ്യം പിറന്ന വ്യാജ വാർത്തയുടെ പിന്നാലെ ഇഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ. ഇതെല്ലാം മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ പറയുന്ന മാപ്രകളൊന്നും മനസ്സിലാകാത്ത രീതിയിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തിരുത്താത്തോടത്തോളം കാലം, അല്ലെങ്കിൽ യഥാർത്ഥ കേരളത്തിൻ്റെ വസ്തുത പറയാത്തോടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾ ഈ മാപ്രകളുടെ വിധി എഴുതി കഴിഞ്ഞു.